ഈ കാണുന്ന നോപ്പിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് 50 രൂപയ്ക്ക് മേടിച്ചതാണ്. അകത്ത് നോക്കുമ്പോൾ സ്പീക്കറൊക്കെ ഇളകി കിടക്കുകയാണ്. പിന്നെ സ്വിച്ചും കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതായത് നമുക്ക് അയച്ചു നോക്കാം. ഇതിൻ്റെ സ്ക്രൂ വരുന്നത് ഈ നെറ്റിനകത്താണ്. അത് നമുക്ക് ആ നെറ്റ് അടിച്ച് മാറ്റാം. സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളി കൊടുത്താൽ സിമ്പിളായിട്ട് ഊരി വരുന്നത്. നമ്മൾ ഊരി എടുത്തിരിക്കുകയാണ്. സ്പീക്കറൊക്കെ ഇളകി കിടക്കുകയാണ്. ഇനി നമുക്ക് സ്ക്രൂ എല്ലാം ഒന്ന് അയക്കാം. ഇത് നേരത്തെ ആരോ ഒരു മോഡിഫൈ ചെയ്യാൻ നോക്കിയ സ്പീക്കറാണെന്ന് തോന്നുന്നു. ഇവരിപ്പം ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നത് അത് ഇളകിപ്പോയതാണ്. എക്സ്ട്രാ ഫിറ്റ് ചെയ്തതായിരുന്നു. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ വയറൊക്കെ ഊരി മാറ്റിയിട്ട് ബോർഡ് എടുക്കുക. പിന്നെ ബാറ്ററി നല്ലതാണോ നോക്കുക. അത് നമുക്ക് വയറിൽ പോയി മാറ്റാം. ഇതാണ് നമ്മുടെ ബോർഡ് വരുന്നത്. സ്വിച്ച് ഇല്ല. സ്വിച്ച് നമുക്ക് വേറെ മാറി വെക്കേണ്ടതായിട്ട് വരും. അത്യാവശ്യം നീറ്റാണല്ലോ. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ നമ്മൾ DC 20 വോൾട്ടിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നു. ബാറ്ററി എത്ര വോൾട്ട് ഉണ്ടെന്ന്. അതെ 4.2 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ല. സ്വിച്ച് ചെക്ക് ചെയ്തപ്പോൾ സ്വിച്ച് കറക്റ്റ് സമയത്ത് തന്നെ ഓൺ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കുഴപ്പമില്ല. കുറച്ചൊന്ന് ഞെക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ശരിയായി. അപ്പോൾ നമുക്കിനി എല്ലാം സെറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇതാണ് പവർ വരുന്നത് റെഡ്. ഇത് രണ്ട് സ്പീക്കറിലോട്ടും ഇത് നമ്മൾ എക്സ്ട്രാ ലൈറ്റോ എന്തെങ്കിലും ഉണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പോർട്ടാണ്. ഇതിൻ്റെ സ്പീക്കർ വെക്കാൻ ഇവിടെ തന്നെ സ്ഥലമുണ്ട്. പക്ഷേ എക്സ്ട്രാ വരുന്ന സ്പീക്കർ നമ്മൾ ഈ ബോർഡ് സ്ക്രൂ ചെയ്തെടുക്കുകയാണ്. ഇതിവിടെ നല്ല സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പഴയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്കാവും നോക്കാം. നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിനുള്ളത്. എത്രത്തോളം വീഡിയോയിൽ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല സൗണ്ട് ഉണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്തു.